എന്നാ പിന്നെ ഇന്റർവ്യൂ എങ്ങനെ ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് അന്നേരം അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് വന്നൊരു ചേച്ചി പറയാ ആണെങ്കിൽ നല്ല വേഷമൊക്കെ വരുമ്പോ ഞാൻ ഇവർക്കൊക്കെ ഇന്നാ മനസ്സിലായ അഷറഫ് പ്രൊഡ്യൂസറാണ്. അവിടെ ചട്ടും സജ്ജിയായിട്ടാണെന്ന് ഇവർക്കും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ സാറായിരുന്നു പ്രൊഡ്യൂസർ. ഓഡിയോ ലോഞ്ചിലൊക്കെ പറയുന്നുണ്ടായിരുന്നു മഴ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു പറഞ്ഞു. അതെങ്ങനെയായിരുന്നു അതിനൊക്കെ ഒരു തരണം ചെയ്തിട്ടുണ്ടായിരുന്നു? കൊട ചൂടും കുറച്ചൊരു പൂക്കി കാര്യമായിട്ടും ഞാൻ എന്നെ സിനിമയിൽ വിളിച്ചു എന്റെ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂറോളം മേക്കപ്പ് പിന്നെ ഡൈ ചെയ്ത് ബ്ലാക്ക് ആക്കാൻ വേണ്ടിട്ട് ഫുൾ ഷോട്ട് ബാക്ക് ചെയ്യുന്ന അതുകൊണ്ട് തിലകൻ ചേട്ടന്റെ ഫ്രണ്ട് കാണിക്കണം ഇവന്റെ ബാക്ക്. പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, പക്ഷെ തിലകൻ ചേട്ടനായിട്ട് ഇവനെ ഉപമിക്കുന്നേ. ഹായ് ഹലോ, വെൽക്കം ടു ഇന്ത്യൻ സിനിമ ഗാലറി. മാജിക് മഷ്റൂംസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്ന് എൻ്റെ കൂടെ ഉള്ളത് സിനിമയുടെ ക്രൂ ആണ്. എല്ലാവർക്കും നമസ്കാരം. നാദൃഷിക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം വിഷ്ണു ചേട്ടനായിട്ടൊരു മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ സിനിമ വരാൻ പോവാണ്. ശരിക്കും ഒരു കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ 10 വർഷമായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് പുതിയൊരു സിനിമ വരുമ്പോൾ? അതിൻ്റെ ഒരു എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു കാര്യം? പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. സിനിമ നന്നാവും എന്ന് തന്നെയാണ് വിശ്വാസം. അന്ന് 10 വർഷത്തിന് ശേഷം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ സിനിമയിൽ അതിൻ്റെതായ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും, ടെക്നിക്കലി അല്ലാതെ എല്ലാ ഏരിയയിലും സക്സസ് ആവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നാദൃഷികയുടെ മൂവി എടുത്തു നോക്കുകയാണ്. ഇപ്പോൾ അമർ അക്ബർ ആന്റണി ആയാലും അല്ലെങ്കിൽ കട്ടപ്പനയിൽ ഹൃത്തിക് റോഷനൊക്കെ ആയാലും അതിലൊരു കോമഡി എന്ന് പറയുമ്പോൾ എപ്പോഴും യൂണീക്കായി നിൽക്കാറുണ്ട്. അപ്പം ഈ സിനിമയിൽ അതുപോലെ നമുക്ക് എപ്പോഴും ഓർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു തരം കോമഡി ഉണ്ടായിരിക്കും. പറഞ്ഞിരിക്കുന്ന കോമഡികൾ, അതായത് സിറ്റുവേഷൻ ആപ്റ്റായിട്ടുള്ള ഹ്യൂമറുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ നമുക്ക് ചില സിനിമകളിൽ, എൻ്റെ സിനിമകളിൽ തന്നെ പലപ്പോഴും ഈ കുത്തിക്കയറ്റ് കോമഡികൾ ഉണ്ടായിട്ടുണ്ട്. പേർപ്പസ്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഹ്യൂമർ ഉണ്ട്, പിന്നെ കുറേ എന്നാലും ജെന്യൂൻ ആയിട്ടുള്ള ചിരി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള ചിരി ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതെ, ശരിക്കും നമുക്ക് ഇത്രയും കാലം നാദൃഷികയുടെ സിനിമ കണ്ടെന്ന കോമഡി എല്ലാം നമുക്ക് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ സിറ്റുവേഷനിലായിട്ടുള്ള കോമഡിയും എല്ലാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സിനിമയിൽ ഒരു പരിപാടി ഉണ്ടല്ലേ ശരിക്കും? ഓക്കെ. അതുപോലെ അഷ്റഫ് ഖാൻ മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിലാണ് നമ്മൾ ഈ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം? ഇപ്പൊ മുൻപ് ഞാൻ ഒരു ലോഞ്ചില് അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ചിൽ പറയുന്നത് കേട്ടായിരുന്നു 8 സിനിമയോളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയിലോട്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത്? ഈ സിനിമ ആദർശാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞ് അവസരം തന്നത്. എന്ന് വെച്ചാൽ ഒരു വലിയൊരു ടീമിൽ ഒന്ന് എത്തിപ്പെട്ടത് തന്നെ വലിയൊരു സംഭവമാണ്. ഇതിനു മുമ്പും കുറേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നല്ലൊരു ഇതിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. നന്നായി വന്നിട്ടുണ്ട് സിനിമ. പുള്ളിയാണ് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ട് ഇങ്ങനെ, ഞാൻ പുള്ളിയോട് ആവശ്യത്തിന് മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പറ്റുമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞാൽ അങ്ങനെ വന്ന് എത്തിപ്പെട്ടാണ്. അപ്പോൾ ട്രെയിലർ എടുത്ത് നോക്കുകയാണെങ്കിൽ അഷ്റഫ് ഖാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. പ്രൊഡ്യൂസർ ഇതിൽ അഭിനയിച്ചു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇതിൽ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും മോശപ്പെട്ട വേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതാണ് തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ടീസറിലും ട്രെയിലറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ ഇതായിട്ട് അതിനകത്ത് ലാസ്റ്റ് വെച്ചിട്ടുള്ളൊരു ഇതിലാണെന്താ, ഞാൻ ഇനിയും വരും, എല്ലാവരും എന്താണ് കാശ് തന്നേക്കണം എന്ന് പറഞ്ഞ അവിടെ പ്രൊഡ്യൂസർ അങ്ങനെ കുറെ ഇതുവരെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീസറിൽ വന്നതിലുണ്ട്. വിഷ്ണുവിനോട് ജാഫർ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഭേദമുണ്ടോ എന്ന് ചെയ്യുന്നുണ്ട്, എന്ത് കഴപ്പ് അവിടെ എഴുതി കാണിച്ചു അഷ്റഫിലാക്കൽ. അവര് മനഃപൂർവ്വം അങ്ങനെ ഒരു ഇതടിക്കാൻ വേണ്ടി സിനിമ എടുത്തിട്ട് 5 8 എടുത്തില്ലേ, അപ്പൊ തീർന്നില്ലേ നിന്റെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണല്ലോ. ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ ആ ഒരു ഡയലോഗ്. പിന്നെ അതുപോലെ തന്നെ ട്രെയിലർ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ടല്ലോ, അതായത് നിനക്ക് തേപ്പ് കിട്ടിയതിന് ശേഷം എന്തോ ഒരു അസുഖം വരുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഡിപ്രഷന്റെ എന്തോ പറയുന്ന ഒരു ഡയലോഗ്. ശരിക്കും ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇക്ക പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാം സിനിമയിൽ പറയിപ്പിച്ചിട്ടുണ്ട്. അല്ല, ശരിക്കും സിറ്റുവേഷണൽ കോമഡി ശരിക്കും അത് ആ ട്രെയിലറിൽ തന്നെ കാണുന്നുണ്ട്. അപ്പൊ സിനിമയിൽ നമുക്കത് ശരിക്കും പ്രതീക്ഷിക്കല്ലേ. അപ്പൊ ഇപ്പൊ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആക്ടിങ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഏതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? കംഫർട്ടബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അഷ്റഫ് ഖാൻ എന്ന് പറയുന്നത്, അഷ്റഫ് ഖാൻ ഒരു സിനിമ സ്നേഹിയാണ് അദ്ദേഹം, അല്ലേ?
അദ്ദേഹത്തിന് സിനിമയെന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്ത് പേരുണ്ടാക്കാൻ അതൊന്നുമല്ല. അദ്ദേഹം ആക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. സിനിമയുടെ എല്ലാ മേഖലയിലും പുള്ളി സിനിമയിൽ വർക്ക് ചെയ്താണ് തുടങ്ങുന്നത്. അദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു വെച്ചാൽ ആർട്ടില് ക്യാമറ അസിസ്റ്റന്റ്, ഡയറക്ടർ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിനിമ ട്രാവൽ. അദ്ദേഹം പിന്നീടാണ് ദുബൈയിൽ പോയി ബിസിനസ് ഒക്കെ ചെയ്ത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അദ്ദേഹത്തിന് സിനിമ എന്ന് പറയുന്നത് വേറൊരു വേൾഡാണ്. അദ്ദേഹത്തിന് സിനിമയോടുള്ള സ്നേഹം അതാണ് ശരിക്കും ഈ സിനിമയൊക്കെ എടുക്കാൻ. അല്ല, ഒരു സിനിമയിലെ എല്ലാ മേഖലകളിലും അറിയുന്ന ഒരാളുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിരിക്കും. സിനിമയിലത്തെ ഒരു ഔട്ട്പുട്ട് എല്ലാ കാര്യങ്ങളും അറിയാം, ആർട്ടിന്റെ കാര്യം അറിയാം. ഓഡിയോ ലോഞ്ചിൽ പറയുന്നുണ്ടായിരുന്നു 72ഓളം സിനിമകളിൽ. അതെ, ഞാൻ ഈ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊച്ചു കൊച്ചു വേഷങ്ങൾ ചില സമയത്ത് വല്ല ചെറിയ ഷോർട്സ് ഒക്കെ വരുന്ന സമയത്ത് ആളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കയറുന്നത് അതെല്ലാം ഉൾപ്പെടെയാണ് 72. അല്ലാണ്ട് 72. അതിൽ നായകനുണ്ട്, മമ്മൂക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, പണ്ട് മുതലേ ഉണ്ട് വേഷം. ശംഭു, ഉദയംകോട്ടെ, ഷാർജ ടു ഷാർജ, കുറേ പടങ്ങൾ ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും എം നമ്പ്യാരെ കൂടെ, രാജപ്പി ദേവ്, തിലകൻ ഇവരെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ സീൻസ് ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും തിരിച്ചറിയുന്ന പല ഗെറ്റപ്പിലും പല വേഷത്തിലൊക്കെ ആയിരിക്കും. തിരിച്ചറിയുന്ന തരത്തിലോ ഗെറ്റപ്പാണ് നിങ്ങളുടെ കൂടെ ഏറ്റവും മോശപ്പെട്ടത് കണ്ടാൽ അറിയാതെ ഒരു ലൊക്കേഷനിൽ പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ഇത് കിട്ടാത്ത ഒരു ലൊക്കേഷൻ്റെ ഇതായിരിക്കും. ഒരു ചെറിയൊരു ലൊക്കേഷൻ കൂടി പറയാം. ആക്ച്വലി ഞാൻ നിങ്ങളുടെ ക്യാരക്ടർ പറയുന്നതിന് കുഴപ്പമില്ല. ആക്ച്വലി ഒരു നല്ല മദ്യപാനിയായിട്ട് നല്ല നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം കോസ്റ്റ്യൂം ഒക്കെ വെച്ച് ഒരു വെപ്പുകല്ലൊക്കെ വെച്ച് പല്ലൊക്കെ പൊക്കി അങ്ങനെ കൈലിമണ്ടൊക്കെ എടുത്ത് ലൊക്കേഷനിൽ ഒരു സീനിൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കാം. കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ. അപ്പൊ ഇക്ക അവിടെ നിന്നപ്പം നമ്മുടെ പ്രൊഫഷണൽ രജീഷ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ എന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ആളങ്ങനെ ചെയ്യാൻ പറ, ഇങ്ങനെ ചെയ്യാൻ പറ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. അന്നേരം അവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നൊരു ചേച്ചി പറയാ, നമ്പർ ശരിയാണെങ്കിൽ നല്ല വേഷമൊക്കെ വരുമ്പോ ഞാൻ വിളിക്കാം. ഞാൻ ഈ കോസ്റ്റ്യൂമിന്റെ ഞാൻ എന്റെ വണ്ടിയിൽ വരുന്ന നേരെ പോകുന്ന കരവലിൽ പോകുന്ന എന്റെ ഈ കോലം മാറ്റി തിരിച്ചു വരുന്നത്. അപ്പൊ ഒരു കവല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റാണ് പിന്നെ എന്റെ സീന് വരുന്നത്. അപ്പൊ കാലത്ത് ജസ്റ്റ് ഒരു പാസിംഗ് ഷോട്ട്, ഒരു ലോട്ടറി എടുക്കുന്ന ഒരു സീന് മാത്രം ബാക്ക്ഗ്രൗണ്ട്. പുള്ളിയുടെ സീൻ അവിടെ നടക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ലോട്ടറി എടുക്കുന്ന ഒരു സംഭവം. അത് കഴിഞ്ഞ് ഇവര് വേറെ സംഭവം എടുക്കാനുണ്ട്. പോയി സെറ്റൊക്കെ അവിടെ എടുക്കണം. ചായ കുടിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ അവിടെ കടയിലൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു വീടിന്റെ മുറ്റത്ത് നമ്മളെ പ്രൊഡക്ഷന്റെ ചായ ഉണ്ട്, അവിടെ പോയിരുന്ന് കുടിക്കണം. അപ്പൊ എന്റെ ഫ്രണ്ട് സാലിയുണ്ട്, ഞങ്ങളവിടെ ചായ കുടിക്കാൻ വേണ്ടി കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ പെണ്ണുങ്ങളും തള്ളാരും എല്ലാരും കൂടി വന്നിട്ട് ചേട്ടൻ കാലത്ത് നല്ല നടക്കില്ലേ വേഷം കിട്ടിയില്ലല്ലേ എന്ന് വെച്ചു. അപ്പൊ തന്നെ എന്റെ മറ്റൊരു ചിരി തുടങ്ങി മെല്ലാണ് ഇറ്റ. എന്നിട്ട് പിന്നെ പറഞ്ഞ് ചേട്ടൻ വേണേ ഒറ്റക്കൊമ്പയും പള്ളിച്ചട്ടമ്പയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ, നൈറ്റ് ഷൂട്ടാണ്, ചേട്ടൻ വരികയാണെങ്കിൽ നമ്പർ എന്നാ വിളിക്കട്ടാ. ഈ പുള്ളിക്കാരി നോക്കുമ്പോഴേ രാവിലെ കഷ്ടത്തിലൊരു സഞ്ചി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്, ആരോടൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഇവര് കാശിന്റെ ആൾക്കാർ വന്ന് ചോദിച്ചാൽ അത് കൊടുക്കണമെന്നൊക്കെ പറയുന്ന പുള്ളിക്കാരി നോക്കുമ്പോ ചാൻസ് ചോദിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ ഫൈനല് വന്നത് ലാസ്റ്റ് ഇതിന്റെ ബാറ്റ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ പല്ലം വാസു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് എന്റെ ബാറ്റ വാങ്ങിച്ചു. പല്ലം വാസു എന്ന് പറഞ്ഞിട്ട് ഒരു 1400. അല്ല, ശരിക്കും പറഞ്ഞു ഈ സ്റ്റോറി ഇങ്ങനെ ബോബിച്ചേട്ടനിൽ എത്തിയത് ഇത് ഇവര് ആഘോഷിക്കുന്നുണ്ടോ. അവൻ പറഞ്ഞിട്ട് പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു തള്ളിയതല്ലേ, കുറച്ച് കഥ ഉണ്ടായ സംഭവം തന്നെയാണ്. പിന്നെ ഇവര് പല കഥകളൊക്കെ ആക്കിയതാണ്, ഇവിടെ പറയാൻ പറ്റില്ല. അതുപോലെ 2 നായികമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അക്ഷയ ഇപ്പൊ ഇതിന് മുൻപ് മൂവി ചെയ്തിട്ടുണ്ട്, ഹയ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, തമിഴില് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു സിനിമയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാം. ഈ സിനിമയിലോട്ട് വരുന്ന ഓഡീഷൻ വഴിയാണ്. ഇവർ അതല്ലാതെ ഓഡീഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാസ്റ്റാണ് ലൈക്ക് എനിക്ക് കോൾ വരുന്നത് ഓഡീഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് വരുന്നു, കഥ കേൾക്കുന്നു, ഓഡിഷൻ ചെയ്യുന്നു, ഇഷ്ടമാവുന്നു, ഇഷ്ടമായി എടുക്കുന്നു. അങ്ങനെയാണ് ഈ ക്യാരക്ടറിലോട്ട് വരുന്നത്. ആൻഡ് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്ട്രോവേർട്ടഡ്, ഞാൻ അധികം പറയുന്നില്ല, പക്ഷെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്നവരെ നമ്മൾ അധികം ചിലപ്പോൾ കാണാതെയൊക്കെ പോകും. പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, അവരുടെ നിലപാടുകളെ കുറിച്ചൊക്കെ ഈ ക്യാരക്ടർ
ഈ ക്യാരക്ടറിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കും. അല്ല, ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സിനിമ കണ്ടാലേ നമുക്ക് ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നാദിർഷക്കയുടെ പല സിനിമകളും നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നാദിർഷക്കയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ? എങ്ങനെ? കൂളായിരുന്നു ആള്. ലൈക്ക് സെറ്റില് ലൈക്ക് നമ്മള് സീൻ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഓടും ഇവിടെ ഓടും, ഇങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ ഇക്കാരെ നോക്കും, ഇക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ സീനിൻ്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ കിട്ടുകയാണെങ്കിലും ഇക്ക ഭയങ്കരമായിട്ട് എൻ്റർടൈനിങ്ങും. ആൻഡ് ഇങ്ങനെ ഇരിക്കും, പെട്ടെന്ന് ഇങ്ങനെ തിങ്ക് ചെയ്യും. എനിക്ക് ശരിക്കും ഈ ഓഡിയൻസിന്റെ പൾസ് അറിയാന്നുള്ളത് എനിക്ക് സെറ്റിൽ വെച്ചാണ് മനസ്സിലായത്. ചെറിയ എന്തെങ്കിലും ഒരു സീനിൽ വെച്ച് ഇത് മാത്രം ഇങ്ങനെ ചെയ്യൂ എന്ന് പറയും, പക്ഷെ അത് കഴിഞ്ഞു വരുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് വർക്കാവും. അപ്പോൾ ഭയങ്കര കൂളായിട്ട് ഇക്കടെ സെറ്റ് കൂളാണ്. ഇപ്പോൾ നാദിർഷക്കയുടെ സിനിമയിലൊക്കെ സിറ്റുവേഷണൽ കോമഡിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പല ആർട്ടിസ്റ്റുകൾ അവരെ കയ്യിൽ നിന്നൊക്കെ ഇടുന്നതൊക്കെ ഉണ്ട്. ധർമ്മജന്റെ ഒക്കെ ക്യാരക്ടറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ? ഇതില് ഫണ്ണായിട്ടുള്ളത് ചെയ്യാനുള്ളൊരു ക്യാരക്ടർ അല്ല ഇത്. പക്ഷെ ഇക്ക ഭയങ്കരമായിട്ട് സ്പേസ് തരും. നമ്മൾ ബിഗിനറായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ലൈക്ക് ഇത് ചെയ്യാവോ അങ്ങനെ ഒരു ഡൗട്ടേ ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തുണ്ടെങ്കിലും പറയാനായാലും ആ ഒരു സ്പേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അതായത് നമുക്ക് തോന്നുന്ന ഇൻപുട്സ് ആണെങ്കിലും കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് വർക്ക് ചെയ്യുമ്പോഴല്ലേ. പൂജ, ഇപ്പൊ നമ്മൾ ഇതിനു മുന്നേ കുറെ സിനിമ കുറെ കണ്ടിട്ടുള്ളതാ, പൂജയുടെ കുറെ അഭിനയൊക്കെ നമ്മളിപ്പോഴും കണ്ടിട്ടുള്ളതാ. അപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോ അതിലൊരു ചൂടാവുന്ന ഒരു ഭാഗമാണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണോ ഇതിലത്തെ ക്യാരക്ടർ? ആക്ച്വലി അങ്ങനെ ഇതിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അതൊരു പോയിന്റിൽ ആ കഥാപാത്രത്തിന്റെ സാഹചര്യത്തിൽ ചൂടായി പോകുന്ന ഒരു അതെന്താ വെച്ചാൽ അത് ഇപ്പൊ സിനിമ കാണുമ്പോൾ തന്നെ ഇവരുടെ ഭർത്താവും തമ്മിൽ ഉള്ളൊരു ഡൈനാമിക്സ് ഉണ്ട്. അതുവരെ അത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ ഒരു പോയിന്റിൽ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സമയത്ത് അങ്ങനെ പ്രതികരിക്കുന്ന ഒരു രീതിയാണ്. അല്ലാതെ അങ്ങനത്തെ കഥാപാത്രം അല്ല. അല്ല, നമ്മൾ ട്രെയിലർ കാണുമ്പോൾ വിചാരിക്കുമോ ഇങ്ങനെയാണോ കുറച്ച്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു സെറ്റാണ്. അപ്പോൾ ഈ സെറ്റിൽ സാധാരണ ഇപ്പോൾ കുറേ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെറ്റിൽ പോയാൽ എല്ലാവരും അറിയുന്ന കുറേ പേരുണ്ടാവും. പക്ഷെ ഇതിലാണ് എനിക്ക് ഒട്ടും അറിയാത്ത കുറേ ആൾക്കാരെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പക്ഷേ ഇമ്മീഡിയറ്റ്ലി എല്ലാവരും ഒരു ഫാമിലി, ഒരു സ്വന്തം പോലെ ഫീൽ ചെയ്യാന്ന് പറഞ്ഞില്ല അങ്ങനെ. അപ്പോൾ ഇതേപോലെ അപ്പൊ ഇവര് എല്ലാവരോടും ആ ഒരു എന്ത് പറയാനുള്ള സ്പേസും കംഫർട്ടും അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ബഹുമാനത്തോടെയാണ് ഞങ്ങള് കാരവനിലായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ബോബി ചേട്ടൻ ആ സമയം ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ബോബി ചേട്ടൻ ഇരിക്കുകയായിരുന്നു. ബോബി ചേട്ടൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ വെച്ചാൽ എനിക്ക് തന്ന ഈ ക്യാരക്ടർ പൂജയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിലോട്ട് വരാം. അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയാ, പക്ഷെ ഒരു പോയിന്റിലും നമുക്ക് ഇത് നമ്മുടെ സിനിമയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ സുൽത്താനാണെങ്കിലും ഇക്കയാണെങ്കിലും ഇപ്പൊ അഷ്റഫിക്ക ആണെങ്കിലും ഇത് നമ്മളിവിടെ വെറും പൈസ മേടിച്ച് ജോലി ചെയ്യാൻ വരുന്ന പോലെ ആയിരുന്നില്ല ആ സെറ്റ്. എനിക്കൊന്ന് അവിടെ ഒരു ചായ കൊണ്ട് നമുക്ക് കൊണ്ടുതരുന്ന ചേട്ടന് പോലും ആ സിനിമയോട് ഈ സിനിമ വിജയിക്കണം എന്ന് അവര് ആഗ്രഹിക്കുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും. എനിക്ക് 100% ഷുവറാണ്. അത് ഒരു വലിയ കാര്യം അഷ്റഫിക്ക എന്നുള്ള പ്രൊഡ്യൂസറാണ്. എന്നുവെച്ചാൽ അത്രയും ജനകീയമായ ഒരു പ്രൊഡ്യൂസറാണ് അഷ്റഫിക്ക. സക്സസ് പാർട്ടി കഴിഞ്ഞപ്പോൾ ഫുൾ വോട്ട് അഷ്റഫിക്ക. എല്ലാരും വരുന്ന എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യമാണ്, ഈ പ്രൊഡ്യൂസർക്ക് ഇതിന്ന് ഒരു നഷ്ടം ഉണ്ടാവാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എൻറ്റയർ ക്രൂ. അത് ഭയങ്കര എന്താ പറയാ, ഒരു മനുഷ്യത്വപരമായ രീതിയിൽ ഇത് കൊള്ളാലോ ഇങ്ങനത്തെ ഈ ഒരു മനുഷ്യൻ
അല്ല പൊതുവേ നമുക്ക് തരുന്ന ഒരു കംഫർട്ടബിൾ ഉണ്ടല്ലോ. ഇപ്പൊ പ്രൊഡ്യൂസർ ആയാലും അല്ലെങ്കിൽ ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു കംഫർട്ടബിൾ ഇല്ലെങ്കിൽ നമുക്ക് പലരും പറയും ഓ ഈ സിനിമയിലെ വർക്ക് ചെയ്ത് അത്ര സുഖമില്ല കേട്ടോ എന്ന് പറയും. പക്ഷെ ആ കംഫർട്ടബിൾ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ തരുന്ന വലിയൊരു കാര്യം അതെ അതെ, അത് എല്ലാവർക്കും ഇന്നാ മനസ്സിലായ അഷ്റഫ് പ്രൊഡ്യൂസറാണ്. ചട്ടും സഞ്ചിയായിട്ടാണെന്ന് ഇവർക്കും അറിയത്തില്ലായിരുന്നു. സാറായിരുന്നു പ്രൊഡ്യൂസർ. അല്ല അത്രയും സിംപ്ലിസിറ്റി ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എല്ലാവരോടും. പിന്നെ അത് പുള്ളിക്കാരൻ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോ എല്ലാരോടും പോയി ചോദിക്കും. ഇപ്പൊ ഒരു മഴ വന്നു പാക്കപ്പ്, ഇത് ഒരു എന്താ ഡയറക്ടർ DOP അങ്ങനെ മാത്രല്ല, ഇപ്പൊ ചിലപ്പോ മെസ്സിലെ ചേട്ടൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കും, എന്ത് തോന്നുന്നു, ഞാൻ റാപ്പ് ചെയ്യണോ വേണ്ടയോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടുന്ന്. അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നല്ലേ സെറ്റ്? കംഫർട്ടിന് നമുക്ക് സ്വന്തം, നമ്മുടെ സ്വന്തമാണ് എല്ലാവരും. അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു അഷ്റഫ്ക്ക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ഓഡിയോ ലോഞ്ചിലൊക്കെ പറയുന്നുണ്ടായിരുന്നു മഴ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു പറഞ്ഞു. അതെങ്ങനെയായിരുന്നു അതിനൊക്കെ ഒരു തരണം ചെയ്തിട്ടുണ്ടായിരുന്നു? തരണം ചെയ്തെന്ന് പറഞ്ഞാൽ കുറെ ഭാഗത്തേക്ക് എടുത്ത് ഓടി ഞങ്ങള്. ഇത് മഴ കാരണം പൂജ പറഞ്ഞില്ല വേറെ മറ്റേ എല്ലാവരുടെ അടുത്തും ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, പ്രൊഡക്ഷൻ ബോയുടെ അടുത്ത് ചോദിക്കുന്നു പറഞ്ഞില്ലേ. ഞാൻ ഒരു ദിവസം മഴ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പുറത്ത് നിൽക്കുകയാണ്, എന്നോട് പറയാൻ കൊടയില്ല, ഞാൻ അവിടെ ഇരിക്കുന്ന ടെൻറ്റിലിരിക്കുക. എന്നിട്ട് ചെയ്യണോ ബാക്കപ്പ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്കാർ ബാക്കപ്പ് ചെയ്ത് ചെയ്യണമെന്ന് വെച്ചില്ല, പുള്ളി തന്നെ പറഞ്ഞേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പൂജ പറഞ്ഞില്ലേ മഴ പെയ്യുമ്പോ എല്ലാരോടും ചെന്ന് ചോദിക്കുന്നില്ല. അല്ല എല്ലാവരും പൂജ വിചാരിച്ചത് എന്താ സൊല്യൂഷൻ ചോദിക്കുന്നത്, അതല്ല അവരോട് എടാ പെട്ടെന്ന് തന്നെ പായ പെടുതായിട്ട് മൂടാന്ന് പറയുന്നത് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ഉറക്കൊക്കെ വിളിച്ചു ചോദിക്കും. അല്ല എന്താ അറിയോ, അത് ഈ ഇതിന്റെ നമ്മള് ഓരോ പടമായിട്ട് പോകുമ്പോ അത് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് പ്രൊഡക്ഷൻസും അവരൊക്കെ ഉണ്ടല്ലോ, അവര് ജോലി തന്നെതാ, ഒരു വർക്ക് കഴിഞ്ഞ ഒരു വർക്ക്. അപ്പൊ നമുക്കറിയാത്ത ചില കാര്യങ്ങൾ താഴത്തെ തട്ടിരിക്കുന്ന അവർക്കറിയാൻ പറ്റും. ഒരു സൊല്യൂഷൻ അവരെ അതിലുണ്ടാവും. ചിലപ്പോ ഞാൻ അവരോടൊക്കെ ചെന്നിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അതിപ്പോ എങ്ങനെ പൂജ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. അല്ല ഞങ്ങള് ഇപ്പൊ ഈ ആയിരക്കണക്കിന് പേരുടെ ഫുഡ് റെഡി ആയിട്ടിരിക്കും, പടം നടക്കുന്നില്ല. ഇപ്പൊ 3 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ, മഴ കാരണം ഈ അമ്പലത്തിൽ ഫുള്ള് സെറ്റ് ഇട്ടിരിക്കുക. സോങ് ഷൂട്ട് ചെയ്യാൻ ഡാൻസേഴ്സ് മദ്രാസിൽ നിന്ന് വന്നവര്, ഇവിടുത്തെ ഡാൻസേഴ്സ്, ക്രൗഡ്, ആയിരക്കണക്കിന് ക്രൗഡ്, ഇത്രയും പേർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ച് 3 ദിവസം ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. 9 മണി കഴിഞ്ഞപ്പോ ബോസ് വന്നിട്ട് ചോദിക്കും പിന്നെ എന്താ വേണ്ടി, ഇപ്പൊ 9 മണി കഴിഞ്ഞാൽ അടുത്ത ബാറ്റ് വിടും, എന്താ വേണ്ടി. ഞങ്ങൾ എല്ലാവരും കൂടിയാലേക്ക് എല്ലാവരും കൂടി ഞാൻ ഒരു ഇത് വരെ എല്ലാവരും കൂടി ഡിസിഷൻ എടുത്തിട്ട് ഞങ്ങൾ നിർത്തി. 3 ദിവസം വെയിറ്റ് ചെയ്തൊന്നും നടന്നില്ല. അപ്പൊ ഈ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലായിരുന്നു ഈ വെജിറ്റേറിയൻ ആയിരിക്കും, സാമ്പാർ, ചോറ്, പൊറോട്ട, ചപ്പാത്തി ഇങ്ങനെയുള്ളതായിരിക്കും. ചോറ്, സാമ്പാർ, പൊറോട്ട, അറിയാണ്ട് പറഞ്ഞു ഇതാരെയും കൊടുക്കണ്ടേ. അപ്പൊ ഈ നോണൊന്നും ഇല്ലാതെ തന്നെ ആരും വാങ്ങിക്കുന്നില്ല. ഇവിടെ കൊണ്ടിട്ട് ഇത് ഇത്രയും അങ്ങനെ ഓരോ അനാഥാശ്രമത്തിൽ അവിടെ ഇവിടെ ഫുഡൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ പാക്കപ്പ് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ നിർത്തിയിട്ടാണ് പിന്നെ പാലക്കാട്ട് പോയത്. അങ്ങനെ മഴ കൊണ്ട് കുറെ ഇതുണ്ടായിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും. ഇപ്പൊ കഴിഞ്ഞതിൽ സുജിത്ത് പറഞ്ഞ ഒരു ഇതുണ്ട്, എന്താ വെച്ചാൽ ഈ വർക്കേഴ്സൊക്കെ ആത്മാർത്ഥമായിട്ടൊപ്പം എല്ലാവരും താഴത്തെ തട്ടുന്നുണ്ട് മേലുള്ളവരൊക്കെ. ഈ ഡയറക്റ്റായിട്ട് നിന്നിട്ടില്ല, അതായത് ക്യാമറമാൻ ആണ്, ആർട്ടിസ്റ്റ് ആണ്, എല്ലാവരും ഞങ്ങളെ മുമ്പ് അറിയുന്ന ആൾക്കാർ തന്നെ കൂടുതലും ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ചില ആൾക്കാർ മാത്രം പുതിയ ആളുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇവിടെ വന്നിട്ട് എല്ലാവരും ടീമായിട്ട് ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്ററും അവരാരും എന്റെ ജോലി ഇതാണെന്ന് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് ചെയ്തത്. അങ്ങനെ ഒരു ടീമായിരുന്നു അത്. വളരെ അവരെല്ലാം എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ടീം ഭയങ്കര ഇതായിട്ട് സപ്പോർട്ട് ചെയ്യാം. പടം എന്താണെന്ന് എല്ലാവരും കണ്ടിട്ട് വിലയിരുത്തും. അത് പ്രേക്ഷകരാണ് പറയേണ്ടത്. അത് പ്രേക്ഷകരാണ്. ഞങ്ങൾ പോയി ചെയ്ത ടീമുകൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ഇതൊക്കെ എവിടുന്ന ഓടി വരുന്ന അറിയാം. ആ ബന്ധങ്ങളാണ്. ഒരു ഷൂട്ട് അവിടെ നിർത്തിയിട്ട് അവിടുന്ന് ഓടി വരുന്നതാണ് അവരൊക്കെ ഇതിനകത്ത് ഇന്റർവ്യൂവിന് വേണ്ടി. അവരെ ഓടിച്ചാണോ ഡൗട്ട്. ബോബിച്ചേട്ടനായതുകൊണ്ട് ചിലപ്പോ ഇല്ല നമ്മള് ഒരു ഇതിനു മുൻപ് ഇന്റർവ്യൂ എടുത്തോണ്ട് കുഴപ്പമില്ല. ബോബിച്ചേട്ടൻ്റെ ഇതിൽ എങ്ങനെയാണ് ക്യാരക്ടർ? ഇപ്പൊ നേരത്തെ പല സിനിമകളിൽ ഇപ്പൊ നമുക്ക് എപ്പോഴും പറയുമ്പോൾ ഈ ഒരു വാറൻ ദേവി തന്നെയാണ് വരുന്നത്. എപ്പോഴും ഇതിലെങ്ങനെയാണ് ക്യാരക്ടർ വരുന്നത്?
കുറച്ചൊരു പൂക്കി ഇതൊരു അല്ല കാര്യമായിട്ടും ഞാൻ എന്നെ ഇക്ക സിനിമയിൽ വിളിച്ചു പൂക്കി ദേവി. ഇക്ക സിനിമയിൽ വിളിച്ചു. ഞാൻ എന്റെ ക്യാരക്ടർ പോലും ചോദിച്ചില്ല. അഷഫുല്ലാക്കാണ് പ്രൊഡ്യൂസർ, ആരൊക്കെയാന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന 2 കുട്ടികൾ അവരുടെ ഈ 2 പേരുടെ അപ്പൻ വേഷമാണ് എനിക്ക് ഈ മഹാൻ തന്നത്. അതായത് എന്റെ മോളും പെങ്ങളുടെ വളർത്തുമോളും. ഓക്കെ. അപ്പം ഇവർക്ക് അതിനുള്ള റെസ്പെക്ട് ഒന്നും ലൊക്കേഷനും എനിക്ക് തന്നിട്ടില്ല, ഇപ്പോഴും തരുന്നില്ല. അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം എനിക്ക് പ്ലേസ് ചെയ്തത്. സിനിമയെല്ലാം ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്തു. ഇവർക്ക് സംശയമായിരുന്നു ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമോ എന്ന് വിളിച്ചപ്പോൾ. അങ്ങനെയല്ല, ശരിക്ക് നമുക്ക് ഈ ഇവന്റെ ഒരു സ്ക്രീൻ ഏജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. സാധാരണ സ്ക്രീനിലുള്ള ഏജ്, ഇപ്പൊ റിയൽ ഏജും സ്ക്രീൻ ഏജും തമ്മിലുള്ള പ്രശ്നം. ഇപ്പൊ ഞാൻ ആലോചിച്ച ആദ്യം എൻ്റെ അടുത്ത് സുജിത്താണ് പറയുന്നത്, അങ്ങനെ നമുക്ക് ബോബിനെ ആലോചിച്ചാൽ അവന് ഒരു ഹീറോയിന്റെ അപ്പനായിട്ട് അഭിനയിക്കാനായിട്ടുള്ള പ്രായം ഉണ്ടാവും. അങ്ങനെ ആലോചിച്ചു. അപ്പോൾ പ്രായം ശരിയാണ്, ഞങ്ങൾ സമപ്രായക്കാരാണ്. എന്നിട്ട് അപ്പൊ ഞാൻ പറയാം, അപ്പൊ ഞാൻ പറഞ്ഞ എടാ, ഞാൻ പറയാം എനിക്കൊരു മോളുണ്ട്, അതിനെ കല്യാണം കഴിച്ചു വിട്ടു. അപ്പോ നിനക്ക് നിന്റെ മോള് കെട്ടിക്കാറില്ലടാ? ആ, അപ്പൊ അത്ര ഉള്ളൊരു മകളാണ് ഇത് ഈ കുട്ടിയും. അപ്പൊ എന്തുകൊണ്ടും ശരിക്കും അങ്ങനെ ആകാം. കാരണം സിനിമയിൽ മാത്രമാണ് ഈ പിന്നെ ഡൈ ചെയ്ത് ബ്ലാക്ക് ആക്കാൻ വേണ്ടിട്ട് ഈ പ്രായത്തിലേക്ക് കാരണം ഈ കുട്ടിയുടെ ഒരു കയ്യിലും ഞാൻ ഇക്കയോട് ചോദിക്കുന്നത്, ഇക്ക എങ്ങനെയാ എന്റെ ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നായികയുടെ മാതൃവേഷമാണ്. ഒരു ഇരുത്തം വന്ന ക്യാരക്ടർ. നേരത്തെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു, ഇരുത്തം വന്ന ക്യാരക്ടർ ഞാൻ ഇച്ചിരി പക്വത വന്ന അപ്പൊ എനിക്ക് ചേരും. കാരണം എന്റെ ക്യാരക്ടർ അതാണ്. അപ്പൊ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോ എന്താ പറയാ, ആദ്യം എല്ലാരും വന്ന് എല്ലാരും പരിചയപ്പെട്ടു, മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു. അവിടെ ഒരു കസേര ഇരിപ്പുണ്ട്, എന്നോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഇങ്ങനെ ചാരി ഇരുന്ന് പറഞ്ഞു, ചാരി ഇരടാ കുഞ്ഞിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വളഞ്ഞിരുന്നു. ഇങ്ങനെ അണക്കാം. അതെ. അപ്പം ഇനിയോ അവിടെ വീടി ഇരിപ്പുണ്ട്, എടുത്ത് ചുണ്ടത്ത് വെക്കാൻ പറഞ്ഞു. അതായത് ഈ ബംഗാൾ ബീഡിയ മറ്റോ 20 എണ്ണത്തിന്റെ പ്ലാസ്റ്റിക് ബാഗിൽ കിട്ടും. ഞാൻ അതും എടുത്ത് വെച്ചു. ഇനിയാ കത്തിച്ചോളാൻ പറഞ്ഞു. കത്തിച്ച് 7 ദിവസം ഈ കസേര തന്നെ. അവിടെ ഇവരൊക്കെ കിടന്ന് എന്തൊക്കെയോ ഈ ക്യാമറ വേണ്ടി ബംഗാൾ ബീഡിയും വലിച്ച് ബാക്ക്ഡ്രോപ്പിൽ ഇത് വേണം, പ്രോപ്പർട്ടി പോലെ. അത് തന്നെയാണ്. അതല്ല അല്ല, ഇവന്റെ ശരിക്ക് മറ്റേ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് ലിസ്റ്റിലല്ല ബോബിയുടെ പേര്, പ്രോപ്പർട്ടി ലിസ്റ്റിലായിരുന്നു. ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ റൈറ്റർ ആകാശനെ നീ ഇടാൻ ഞാൻ ഒരു സൈഡിൽ കൊണ്ടുപോയി ചോദിച്ചു, എടാ നീ കഥ എഴുതിക്കൊണ്ടിരുന്നപ്പോ നീ എന്നെ മറന്നുപോയി. ഞാൻ ഈ കസേരയിൽ എന്നെ ഇരുത്തി ആ കസേരയിൽ ഇരിക്കുന്നു. ബാക്കി ഇവൻ സീനെല്ലാം എഴുതി അവിടെ ഒരുത്തം കസേരയിൽ ഡയറക്ടർ അതുപോലെ തന്നെ ചെയ്തു. സീരിയസ് ആയിട്ട് പ്രോപ്പർട്ടി ലിസ്റ്റിലായിരുന്നു. ഇതാണോ ഇരുത്തമെന്ന ക്യാരക്ടർ? പിന്നെ അത് കഴിഞ്ഞ് വേറെ കുറെ സീനുകളുണ്ട്. അമ്പലത്തിലൊരു സീനുണ്ട്, അവിടെ നടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു അവിടെ ഒരു കസേര. പിന്നെ എന്റെ ഒരു കടയിലാണ് മോളുമായിട്ടൊരു സീക്കുന്നത്, അവിടെയും മോളുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ജിനിയും കസേര. അപ്പം ബേസിക്കലി ഞാൻ ഇക്കാര്യം ഈ കസേര ഈ സിനിമ കഴിയുമ്പോഴാണ് എന്റെ ഇരുത്തം വന്ന ക്യാരക്ടർ. അല്ല, വേറെ കാര്യം പറയാം, മലയാള സിനിമയിൽ എന്താണെങ്കിലും ഈ സിനിമ ബോബിക്ക് ഒരു സീറ്റ് ഉണ്ട്. ബോബിക്ക് ഒരു സ്ഥിരമായിട്ടുള്ളൊരു സീറ്റ് മലയാള സിനിമയിൽ ഉണ്ടാവും. അത് അങ്ങനെ മോശം രീതിയിലാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ഇല്ല മോശം രീതിയിൽ നല്ല രീതിയിൽ കാര്യം പിടിച്ച് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ ഇപ്പം പറഞ്ഞല്ലോ വാരൻ ദേവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തു. അത് ഞാൻ സുഹൃത്തിയോട് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തു. എന്നെ സംബന്ധിച്ച് ഇത് ലേണിംഗ് പോയിന്റ് ആണ്. ഞാൻ ഇതിനു മുമ്പ് സിനിമകളിൽ അഭിനയിക്കാൻ. അപ്പം ഞാൻ ഇപ്പൊ അപ്പൻ ക്യാരക്ടർ ആണെങ്കിലും പിന്നെ ഞാനെന്നുണ്ടെങ്കിൽ അമ്മാവൻ ക്യാരക്ടർ ആണെങ്കിലും ഐ വിൽ ടേക്ക് ഇറ്റ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പെർഫോമൻസ് ഉണ്ടെന്നുള്ള ഏരിയ ഐ വിൽ ടേക്ക് ഇറ്റ്. ഇതാണ് ഏത് ക്യാരക്ടർ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പിന്നെ ഇതിനൊക്കെക്കാൾ ഉപരി ഇത് ക്യാരക്ടറിനേക്കാൾ ഉപരി ഇത് ആര് ചെയ്തു എന്നുള്ളത്. എന്റെ 10-25 വർഷത്തെ ബന്ധമാണ് ഇവരൊക്കെ സിനിമയിലൊക്കെ. ഇക്കടി സിനിമ ഡയറക്ട് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റേജ് പെർഫോമൻസ് മറ്റേ ഷോ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് എന്റെ അൽമാർ സുഹൃത്താണ് ഇക്കയും തിരുവേട്ടനൊക്കെ. അപ്പം അഷഫുക്ക
അപ്പൊ ആ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചോദ്യമില്ല, ക്യാരക്ടറോ. അതെ പുള്ളിയുടെ ഒരു ഒറ്റ സീൻ മതി, ഒരു ജീപ്പിൽ ഒരു ഷോട്ടിലിട്ട് പുള്ളി നേരെ വന്നിട്ട് അകത്തുനിന്ന് സ്ലാപ്പ് ചെയ്യുന്ന ഒരു അല്ല, സാധനം. പുള്ളിയുടെ ഒരു സ്വാഗ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഇല്ലാന്ന് പറഞ്ഞാൽ സ്വാഗ് സിനിമയിൽ അതൊരു ഉണ്ടാവും. തിലകം ടച്ച് സാധനം, ഭയങ്കര സംഭവമാണ് ഒരു സ്ലാപ്പ് ചെയ്യുന്നത്. അത് ശരിയാണ്ടാ, ഫുൾ ഷോട്ട് ബാക്ക് ചെയ്യുന്ന, അതുകൊണ്ട് തിലകൻ ചേട്ടന്റെ ഫ്രണ്ട് കാണിക്കണം, ഇവന്റെ ബാക്ക്. അല്ലേ? ഞാനല്ല അല്ല പറഞ്ഞു പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, പക്ഷെ തിലകൻ ചേട്ടനായിട്ട് ഇവനെ ഉപമിക്കുന്ന അല്ല, ഞാൻ ബോബി ചേട്ടൻ കുറച്ച് തగ్గടിക്കാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നാദൃശക്ക് ഇങ്ങനെ സ്കോർ ചെയ്തു. അല്ല അത് കുഴപ്പമില്ല, ഇക്കയ്ക്ക് തീർത്ത് വയ്യാന്നും പറഞ്ഞാ തുടങ്ങിയത്. എന്നെ എന്തേലും പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ജീവൻ വെച്ചു കൊടുക്കും എല്ലാവർക്കും. അയ്യോ ചിരി നിർത്തട്ടെ. നാദൃശിക്ക, ഇപ്പൊ മാജിക് മഷ്റൂം എന്ന് പറയുമ്പോ പൊതുവെ നമ്മളൊരു സൈക്കഡലിക് ഡ്രഗ് ആണല്ലോ. സൈക്കഡലിക് ഡ്രഗ് ഏത് മാജിക് മഷ്റൂം? അല്ലാതെ കോടതി ആ കോടതി ഉണ്ടെങ്കിലും അത് ഡ്രഗ് ആയിട്ട് ഇതായിട്ടില്ല. പക്ഷെ അതിനൊരു എപ്പോഴും നമ്മൾ നിങ്ങൾ റീൽസിലൊക്കെ കാണുന്നത് അതാണ്. പൂജക്കറിയോ? പൂജയ്ക്ക് എങ്ങനെ ഇതറിയാം കോടതി വിധിയൊക്കെ? ബോബി ചേട്ടൻ അറിയാം. അത് പിന്നെ ഇച്ചിരി പത്രം വായിക്കണം. മാജിക് മഷ്റൂം, മഷ്റൂം പലതരമാണ്. ആ, നമ്മൾ ചിലർക്ക് ഇത് അലർജി ആവുന്നവരുണ്ട്. അതിനകത്ത് എന്തെന്ന് മാജിക് ഇല്ലല്ലേ, അറിയില്ല. അപ്പൊ ശരിക്കും ഇങ്ങനൊരു പേരിടാനുള്ള ഒരു കാരണം എന്താ? അത് കേൾക്കരുത്. അല്ല, എനിക്കോട് ചോദിച്ചത്. ഇതിനകത്ത് കഥാപരമായിട്ട് ഇങ്ങനെ ഒരു ലെയർ ഉണ്ട്. അതിന് ഒരു ലഹരി എന്ന് പറയാം. ചില ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്റർവ്യൂസിൽ എൻ്റെ അടുത്ത് ഇതേ ചോദ്യം തന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കാരണം അതിന് പറഞ്ഞ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇതിന് കഥാപരമായിട്ടും ഒരു പ്രണയം, പിന്നെ ഹ്യൂമറിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു ലഹരി ഉണ്ട് ഇതിന്. പിന്നെ ഫാമിലി അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ ട്രാക്ക്. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ പേര് കിട്ടുന്നത് നമ്മുടെ കൂടെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു പയ്യനാണ്. അവനാണ് സാധാരണ എൻ്റെ എല്ലാ പടത്തിലും ഞാനാണ് പേരിടാറ്. ഇത് അവനാണ് പേരിട്ടത്. കാരണം എനിക്ക് അവനാണ് പറഞ്ഞത് മാജിക് മഷ്റൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നൊക്കെ. അതായത് നമ്മളത്, പക്ഷെ എനിക്ക് തോന്നിയത് എന്താ കാര്യം എന്നറിയോ, ഈ ട്രെയിലറിൽ തന്നെ കുറെ വിഷ്വല് അങ്ങനെ പറയുന്നുണ്ട്. അതിലൊരു വിഷ്വല് പറയുന്നുണ്ട് ഇത് നമുക്ക് തൊണ്ടേന്ന് വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല. അത് ഇതിന്റെ അല്ല, അത് പ്രണയത്തിന്റെ പറ്റില്ല. പക്ഷെ ഈ പേരുമായിട്ട് നമ്മൾ ട്രെയിലർ കാണുന്നത്, ഇപ്പൊ നിങ്ങൾ സിനിമ ക്രൂവില് വർക്ക് ചെയ്യുന്നോണ്ട് അറിയാം. പക്ഷെ കാണുന്ന ആളുകൾക്ക് എന്താന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരും ആ പേരിന്റെ. അപ്പൊ പടം കാണാം. ഇപ്പൊ റീൽസ് ട്രൈ ആവോ? എനിക്കറിയില്ല, റീൽസ് കണ്ടിട്ടുണ്ട്. റീൽസിൽ നമ്മൾ റീൽസിലൊക്കെ കാണുന്നതാണ്. സീരിയസ് ആയിട്ടാണല്ലോ മറുപടി പറഞ്ഞത്. അതെ, പിടിച്ചു നിക്കണ്ടേ. അല്ല, അപ്പൊ പിന്നെ ചില വിഷ്വലില് കാണിക്കുന്നുണ്ടായിരുന്നു, അതായത് ഒരു സൂം ആയി വരുന്നുണ്ട്. അതായത് ഒരു അത് ഈ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂലുള്ള സംഭവങ്ങളാണ്. കാരണം വെച്ചാൽ ഈ കുട്ടി സാധാരണ എല്ലാവരും ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒരു സാധാരണ പെൺകുട്ടി മറ്റുള്ളവരെ കാണുന്ന, അല്ലെങ്കിൽ ഇവള് കാണുന്ന വിഷ്വൽസ് എല്ലാത്തിൻ്റെയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള, അതായത് മറ്റാരും കാണാൻ, അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, വേറെ ആരും കാണാത്ത തലത്തിലാണ് അവള് എല്ലാം കാണുന്നത്. അവളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചെറിയ കുഞ്ഞ് കാര്യങ്ങൾ പോലും അവള് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിന്റെ കുറെ ഷോർട്സ് ആണ് കണ്ടത്. എന്റെ അല്ലേ മോള്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന, നമുക്ക് കാണുമ്പോ ആ ഒരു പേരുമായിട്ട് കണക്ട് ചെയ്യുമ്പോ തോന്നുന്ന കുറെ കാര്യങ്ങളാണ്. പേരും ഒരു ഡിഫറെന്റ് ആണല്ലോ. ഒരു ക്യൂരിയോസിറ്റി ശരിക്കും ആ സിനിമയിൽ ഉണ്ട്. എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ അതുപോലെ പാട്ടിന് എപ്പോഴും നാദൃശികയുടെ മൂവിയിലൊക്കെ പാട്ടിന് ഭയങ്കര പ്രാധാന്യം ഉള്ളതാണ്. അത്രയും അടിപൊളി സോങ്സ് ശങ്കർ മഹാദേവനൊക്കെ പാടിയ പാട്ടുണ്ട്. അതുപോലെ ശ്രേയ ഘോഷാൽ പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്, റിമി ചേച്ചിയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ പാട്ടുകൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ഈ സിനിമയിലും ആ പാട്ടിന് ഒരു പ്രാധാന്യം ഉണ്ട്. പാട്ടിന് പ്രാധാന്യം ഉണ്ടല്ലോ. എല്ലാ പാട്ടുകളും അത്യാവശ്യം ജനം സ്വീകരിച്ച പാട്ടുകളാണ്. അപ്പോൾ നമ്മളുടെ ഒരു 2-3 പാട്ടുകൾ ആണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പാട്ടുകളെല്ലാം ജനം സ്വീകരിച്ചിട്ടുണ്ട്, ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് പറയുമ്പോൾ. പിന്നെ നല്ല വ്യൂവേഴ്സ് ഉണ്ട്, അതിൻ്റെ കമൻസും കാര്യങ്ങളെല്ലാം. എനിക്ക് തോന്നുന്നത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പാട്ടുകളുണ്ട്, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പാട്ടുകളുണ്ട്. അതില് പറയുന്നുണ്ടായിരുന്നു, റിമി ചേച്ചി കൊച്ചിയിൽ നിന്ന് പാടിയിട്ടുണ്ടായിരുന്നു, ചിത്ര ചേച്ചി ചെന്നൈ സ്റ്റുഡിയോയിൽ നിന്ന് കൂടിയിട്ടാണ് പാടിയ ഒരു പാട്ട്. ചേച്ചി ചെന്നൈയിലാണ് പാടിയത്. ചെന്നൈയിലെ പോയത്. അവിടെ ചെന്ന് ഞാൻ ഉണ്ടായിരുന്നു പാടിക്കാൻ നേരത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചി പാടിയെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് റിമി ഇവിടുത്തെ കൊച്ചിയിലെ സ്റ്റുഡിയോ. അങ്ങനെ അല്ലെങ്കിലും അതെങ്ങനെയാണ് അതിന് അത്ഭുതമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശങ്കർമഹാൻ സാറ് ബോംബെയിൽ പാടി, അതിൻ്റെ കോഴ്സ് പോർഷൻ ബാക്കിയുള്ളവർ പാടിയതൊക്കെ ഇവിടെ കൊച്ചിയിൽ. നമ്മൾ അവിടെ ഇരുന്ന് ഇപ്പോൾ അല്ല, ഈ പാട്ടിൻ്റെ തന്നെ റിതം സൈഡ് എടുക്കുന്നത് ചെന്നൈയിൽ, അതിൻ്റെ ഫ്ലൂട്ട് എടുക്കുന്നത് കൊച്ചിയിൽ,
അങ്ങനെ 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 പല സ്ഥലത്താണ്. അല്ലാണ്ട് എല്ലാം ഒരു സ്റ്റുഡിയോയിൽ വന്ന് പാടുന്നത് പണ്ടത്തെ സിസ്റ്റം അല്ലേ. ഇപ്പം മാറ്റം വന്നപ്പോ ഇപ്പൊ എല്ലാം ഓരോ സമയത്താണല്ലോ വെച്ചൊക്കെ ചെയ്യുന്നതൊക്കെ അല്ലേ. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സ്ട്രിങ്സ് ഡബിങ് പോലും ആൾക്കാർ ഒരിടത്തിരുന്ന് ചെയ്ത് ചെയ്യുക. അതെ അതെ അതെ. അപ്പോ ഈ സിനിമ ജനുവരി 23-ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വലിയൊരു വിജയമായി തീരട്ടെ സിനിമ. നാദർഷിക്കയുടെ ഇപ്പം നമ്മൾ കണ്ട സിനിമകളുടെ സിറ്റുവേഷൻ കോമഡി ആയാലും എല്ലാം നമ്മൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ സിനിമയും എല്ലാ ജനങ്ങളെ ഏറ്റെടുക്കട്ടെ, തിയേറ്ററിൽ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. വളരെ താങ്ക് യു. താങ്ക് യു.